ഹലോ വെൽക്കം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന് ബാക്കിയായിട്ട് ഒരു 1-2 ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ടാൻ ഇൻവേഴ്സ് √1+x² / x-1. ഇതിന്റെ വാല്യൂ അല്ലെ ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോർമുലോട്ട് ആക്കാന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നോക്കുക, ഈ ഒരു സാധനം ഇല്ലേ, ഈ ഒരു സാധനം ഇതിനെ നമ്മൾ ടാനിന്റെ ഫോർമാറ്റിലോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ ടാനിന്റെ ഫോർമാറ്റിലോട്ട് ആക്കാം? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ നോക്കണം. നമ്മൾ 1+x² എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എക്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, x = tan θ എന്നൊരു വാല്യൂ കൊടുക്കുന്നു. എക്സിന് നമ്മൾ tan θയുടെ ഫോർമുലോട്ട് ചെയ്യുന്നു. കാരണം tan θയുടെ ഫോർമുലോട്ട് എഴുതി കഴിഞ്ഞാൽ 1+tan² θ നമ്മൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സോ എക്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, tan θ എന്ന്. അപ്പൊ x tan θ എന്ന് എഴുതും. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താവും, tan ഇൻവേഴ്സ് x. x എന്ന് പറഞ്ഞാൽ tan θ ആണ്. ഈ തീറ്റയുടെ അവിടെ എടുത്ത് tan ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താകും, tan ഇൻവേഴ്സ് x. tan ഇൻവേഴ്സ് x. അപ്പൊ θ tan ഇൻവേഴ്സ് x നമുക്ക് കിട്ടി. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിന്റെ സ്ഥാനത്ത് tan θ എന്ന് കൊടുക്കുന്നു. എക്സിന്റെ സ്ഥാനത്ത് tan. അപ്പൊ tan ഇൻവേഴ്സ് 1+ എക്സിന്റെ സ്ഥാനത്ത് tan. അപ്പൊ x² പ്ലേസിൽ tan² θ എന്ന് കൊടുക്കുന്നു. tan² θ -1 ഡിവൈഡഡ് ബൈ എക്സിന്റെ സ്ഥാനത്ത് tan θ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് 1+tan² θ എന്ന് പറഞ്ഞാൽ എന്താണ്, sec² θ ആണ്. 1+tan² θ എന്ന് പറഞ്ഞാൽ എന്താണ്, sec² θ ആണ്. ലാസ്റ്റ് ഇയറിലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം 1+tan² θ എന്ന് പറഞ്ഞാൽ എന്താണ്, sec² θ ആണ്. അപ്പൊ ഇവിടെ ഈ സ്ഥാനത്ത് നമ്മൾ എന്തെടുക്കുന്നു, sec² θ എന്ന് അപ്ലൈ ചെയ്യുന്നു. tan ഇൻവേഴ്സ് √sec² θ by tan θ -1 കിട്ടി. sec² θയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, sec θ ആണ്. x² റൂട്ട് എന്ന് പറഞ്ഞാൽ x ആണ്. അതുപോലെ sec² θയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, sec തന്നെയാണ്, sec θ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യുന്നു. tan ഇൻവേഴ്സ് sec θ by tan θ -1 കൊടുക്കുന്നു. ഓക്കെ, sec θ by tan θ -1. sec θ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/cos ആണ്. sec tan എന്ന് പറഞ്ഞാൽ sin/cos ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാം. that is equal to tan inverse 1/cos x -1 divided by sin cos x അല്ല, ഇവിടെ തീറ്റ ആയിട്ട് വരുന്നത്, cos θ -1 divided by sin θ by cos θ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ LCM കണ്ടിട്ട് മേലത്തെ ഒരു പോർഷൻ സോൾവ് ചെയ്യുന്നു. അങ്ങനെ LCM കണ്ടിട്ട് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, tan ഇൻവേഴ്സ് LCM കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 1 × 1 1 -cos θ by cos θ ഹോൾ ഡിവൈഡ് ബൈ, നമുക്ക് ഇവിടെ ഉണ്ട് sin θ by cos θ, sin θ by cos θ എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ a/b എന്ന ഫോമിലോട്ട് ആക്കുന്നു. a/b, അതായത് a/b by c/d എന്ന് പറഞ്ഞാൽ എന്താണ്, a/b by c/d എന്ന് പറഞ്ഞാൽ എന്താണ്, a/b into d/c ആണ്. അത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. tan ഇൻവേഴ്സ് 1 - cos x by cos x into, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ഇതിനെ നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം cos θ by sin θ വരും. cos θ by sin θ. ഈ cos θയും ഈ cos θയും വെട്ടിപ്പോയി. ഇനി നമുക്ക് ആകെയുള്ളത് എന്താണ്, tan ഇൻവേഴ്സ് 1 - cos θ by sin θ. ഇതിന് രണ്ടിലും നമുക്ക് എന്തുണ്ട്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. 1/cos θ നമുക്ക് ഒരു ഫോമുലോട്ട് മാറ്റാൻ പറ്റും, sin θ നമുക്ക് ഫോമുലോട്ട് മാറ്റാൻ പറ്റും. അപ്പം ഇതിനെ നമ്മൾ രണ്ടിനെയും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടാനിന്റെ ഒരു വാല്യൂ കിട്ടും.
അത് നമുക്ക് ലാസ്റ്റ് സോൾവ് ചെയ്തിട്ട് എന്താ കിട്ടുക? ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇത് രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടാനിന്റെ ഏതെങ്കിലും ഫോമിലുള്ള ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പഠിച്ചു 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് കോസ് നമ്മൾ ലാസ്റ്റ് പഠിച്ച 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 അത് ആദ്യം നമ്മളിവിടെ കൊടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കൊടുക്കുന്നു. ഡിവൈഡ് ബൈ സൈൻ തീറ്റ. സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അപ്പം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഇതായിരിക്കും എന്താ? സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ 2 സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ തീറ്റ എന്നാണ്. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തീറ്റ ബൈ 2, ഇവിടെ തീറ്റ ബൈ 2 എന്നാണ്. അത് ഇവിടെ എടുക്കുന്നതിന് നേരെ പകുതി ആയിരിക്കണം എന്ത്? നമ്മുടെ ആൻസറിൽ വരേണ്ടത്. അപ്പൊ നമ്മൾ അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഇവിടെ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഈ സ്ക്വയറും ഇതും നമുക്ക് വെട്ടാലോ. ഓക്കെ, ഈ സ്ക്വയറും ഇതും വെട്ടാലോ. കാണിച്ചത് ഇവിടെ രണ്ടിലും സെയിം വരുന്നത്. ഈ 2ഉം ഈ 2ഉം വെട്ടാം. 2 രണ്ടിലും കോമൺ ആണ്. 2 ഫസ്റ്റ് വെട്ടുന്നു. പിന്നെ സൈൻ സ്ക്വയർ തീറ്റ ബൈ ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഈ സൈൻ തീറ്റയും ഇവിടുത്തെ ഒരു സ്ക്വയർ നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് റിമൈനിങ് എന്താ കിട്ടുന്നത്? ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ എക്സ് ആണ്. അപ്പം സൈൻ തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ കോസ് തീറ്റ ബൈ 2 എന്ന് പറഞ്ഞതായിരിക്കും ടാൻ തീറ്റ ബൈ 2 എന്നായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2. ടാന്റെ ഫോമിൽ നമുക്ക് കിട്ടിയല്ലോ. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം എന്താണ്? തീറ്റ ബൈ 2. അപ്പോൾ തീറ്റ ബൈ 2 എന്ന് കിട്ടി. തീറ്റ ബൈ 2 എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഈ തീറ്റ ബൈ 2 നമുക്ക് 1/2 ഇൻറ്റു തീറ്റ എന്ന് എഴുതാലോ. തീറ്റ ബൈ 2 1/2 ഇൻറ്റു തീറ്റ എന്ന് എഴുതിയാലും തീറ്റ ബൈ 2 എന്ന് എഴുതിയാലും എന്താണ്? സെയിം ആണ്. അപ്പം 1/2 ഇൻറ്റു തീറ്റയുടെ വാല്യൂ ഇവിടെ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് എക്സ് നെറ്റ്. ഇതാണ് എന്ത്? ആൻസർ. ടാൻ ഇൻവേഴ്സ് √1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ എക്സ് മൈനസ് 1ന്റെ ആൻസർ ആണ് എന്ത്? 1/2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്താൽ മനസ്സിലായില്ല. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്ട്ലി എന്തെങ്കിലും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്തെടുക്കുന്നു? ഈ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ എന്താണ് ആപ്റ്റ് ആണ് അത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഫുള്ള് സോൾവ് ചെയ്തിട്ട്